ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന ബിഅഹ്ദിഹി വബിഹംസത്തിൽ കർറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദായി. സ്നേഹത്തിൽ നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി നാടകീയ രംഗങ്ങൾ അരങ്ങേറിയ സംഭവമാണ് ഗസ്വത്ത് ഉഹുദ് അഥവാ ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി മുന്നേറിയ ധീരനും അജയ്യനുമായ യുദ്ധത്തലവനും അത്യുന്നതനായ നാഥന്റെ സമൂഹവും അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനുമായ ഹംസത്തുൽ ഖറാർ അല്ലാഹുവിന്റെ ധീര രക്തസാക്ഷ്യം മലബാറിന്റെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ വിവരിച്ചു തരുന്നു. അവർ കുലതിട്ടൈ അതിമതി മുറ്റിയ മഹശുജഹോര ഖുറൈശികളിൽ അതിർഹജിഹത്തകൾ ഒരുപതു മുറ്റിയും 20 പേരാ അടലിലതിപ്പോളേറിയ സിദ്ധ തുടയരിശപ്പോൾ ചെയ്തരി ഹംസ അവർ കുലതിട്ടൈ അതിമതി മുറ്റിയ മഹശുജഹോര ഖുറൈശികളിൽ അതിർഹജിഹത്തകൾ ഒരുപതു മുറ്റിയും 20 പേരാ. സഹൃദയരെ, ഉഹുദ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും അബൂ സുഫിയാന്റെ കീഴിലുള്ള ശത്രുപക്ഷവും തമ്മിൽ കഠോരമായ സംഘടന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കക്കിടം, കത്തി, ചമ്പകം, കത്തുള്ളി, ദണ്ട്, കമാൻ, പടവാൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഇരുപക്ഷവും മുറപ്പോലെ ഉപയോഗിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അതാ അസുര സമാപികളായ ശത്രുക്കളോട് അതിതീവ്രമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആകാശഭൂമികൾക്കിടയിലുള്ള മനുഷ്യഭൂത ശത്രുക്കൾക്കായി ഊട്ടിക്കടിഞ്ഞെടുക്കപ്പെട്ടവരായ സയ്യിദു ശുഹദ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ അതിശീഘ്രമായ വെട്ടുകളേറ്റ് ശത്രുപക്ഷം അലറിയോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിലൂടെ ശത്രുചേതയിലുള്ള 31 അതികായകന്മാരെ പരാജയത്തിന്റെ കൈപ്പിനീർ കുടിപ്പിച്ചും ചൊടിച്ചൊടുമേൽ കോലക്കളി കളിച്ചും മതിച്ചും കുതിച്ചും ഹംസ റളിയല്ലാഹു അൻഹു രണകണം അടക്കി വാഴുകയായിരുന്നു. അങ്ങനെയിരിക്കെ കടുമയിലപ്പോൾ കാളര് സൊഫിൽ ഇടവലിപ്പെട്ടാൻ ചൂരിത മുറ്റ് കലഹമദത്തൊയിൽ അവരുടെ സ്വഹബിൻ ഹർബിനിക്കിനെ ഇവിടെ മിലുക്കുവനിമകളിലാരാ. കടുമയിലപ്പോൾ കാളര് സൊഫിൽ ഇടവലിപ്പെട്ടാൻ ചൂരിത മുറ്റ് കലഹമദത്തൊയിൽ അവരുടെ സ്വഹബിൻ ഹർബിനിക്കിനെ ഇവിടെ മിലുക്കുവനുമകളിലാരാ. പെട്ടെന്ന് ശത്രുശൈലിയിൽ നിന്ന് ശൗര്യമുറ്റവനും യുദ്ധതന്ത്രം നല്ലവണ്ണം വശത്താക്കിയവനുമായ സിബാഹ് ഉഹുദിന്റെ രണാങ്കണത്തിൽ വിരപ്പെടുകയാണ്. ഒരു പോരാളിക്ക് വേണ്ട എല്ലാ സൽഗുണ സ്വഭാവങ്ങളും ഒത്തുനിങ്ങിയ സിബാഹ് ഉഹുദ് ഒട്ടാകെ കേൾക്കുമാറാകെ സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞ് ആക്രോശിക്കുന്ന രംഗം എത്ര സുന്ദരമായിട്ടാണ് മർഹൂം മോയിൻകുട്ടി വൈദ്യർ വിവരിച്ചു തരുന്നതെന്ന് കേട്ടു നോക്കാം. ഉടവയിലൊക്കെ പേർ ശുജഹുറ്റ് കടുവയിൽ അബ്ദുൽ ഉസ്സൈലാറ്റ മുതൽവനനെ തൊഴിലറുപത് ശേഷിയുള്ള ഒരു റജുലുണ്ടോ പരുതിടശണമിൽ പുലിഫതി ഹംസ ഉടൻ വെളിപെട്ട് ഉളിതിലവിണ്ട. ഉടവയിലൊക്കെ പേർ ശുജഹുറ്റ് കടുവയിൽ അബ്ദുൽ ഉസ്സൈലാറ്റ മുതൽവനനെ തൊഴിലറുപത് ശേഷിയുള്ള ഒരു റജുലുണ്ടോ പരുതിടശണമിൽ പുലിഫതി ഹംസ ഉടൻ വെളിപെട്ട് ഉളിതിലവിണ്ട. സിബാഹ് പറയുന്നു, യുദ്ധത്തിൽ എങ്ങനെയടാ നിങ്ങളിൽ നിന്ന് ആരാണുള്ളത്? നാടെങ്ങും പേർപ്പെട്ട പോർക്കടുവ അബ്ദുൽ ഉസൈഡ് ആറ്റക്കനിമനായ എന്റെ പോർമെടിക്ക് കണ്ടറിയാൻ ശേഷിയുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ കൂട്ടത്തിനുണ്ടെങ്കിൽ എന്റെ സമർശയിലേക്ക് കടന്നു വരട്ടെ. ഇതങ്ങ് കേൾക്കേണ്ട താമസം നാഥന്റെ സമയം വമ്പുറ്റ ഹംസ റളിയല്ലാഹു അൻഹു അവന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. അവിടുത്തെ തീക്കണ്ണൽ പോലെ ചുവന്ന വട്ടക്കണ്ണുകൾ കണ്ട് അവനെ രൂക്ഷമായും നോക്കി അത്ഭുതകരമായ അക്രമങ്ങൾക്കൊടുവിൽ അവനെ വെട്ടി വീഴ്ത്തുകയാണ്. നിലത്ത് വീണ കിടക്കുന്ന സിബാഹിന്റെ കാതത്തിൽ നിന്നും പടച്ചട്ടി വീരടിക്കാനായി ഹംസ റളിയല്ലാഹു അൻഹു കുനിഞ്ഞപ്പോൾ തരം വെണ്ടുട്ടുറച്ചവൻ ബീരുത്താനെ ജനർകളെ ബാഗുത്താനെ വശിയുമാടുത്താനെ സമയത്തിൽ പുലി ഹംസ ഇടൈന്തോര ചടുകൊടു തളർന്നോര പുനവില ഈകൈന്തോര. തരം വെണ്ടുട്ടുറച്ചവൻ ബീരുത്താനെ ജനർകളെ ബാഗുത്താനെ വശിയുമാടുത്താനെ സമയത്തിൽ പുലി ഹംസ ഇടൈന്തോര ചടകൊടു തളർന്നോര പുനവില ഈകെ
സിബാഹിന്റെ ഘാതത്തിൽ നിന്നും പടച്ചട്ടി വിടെടുക്കാനായി ഹംസ റളിയല്ലാഹു അൻഹു കുനിയുന്നത് എറിയുന്നവനിൽ മികച്ചവനും ജുബൈറിന്റെ മകനുമായ വഹ്ശിയുടെ കണ്ണിൽ പതിക്കുകയാണ്. ഇതു തന്നെ തക്കം തന്റെ യജമാനത്തേക്ക് നൽകിയ വാഗ്ദത്തം പാലിക്കാൻ ഇതിലും നല്ല അവസരം വേറെ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ വഹ്ശി തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ജനറലുകളെയെല്ലാം വകറ്റുമാക്കിയിട്ട് മാനെ ഹംസ റളിയല്ലാഹുവിന്റെ മുന്നിൽ കൂടെ ചെല്ലാൻ ധൈര്യമില്ലാത്ത വഹ്ശി അവിടുത്തെ പിന്നിലൂടെ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് പിരിശിൽ കണ്ടവർ പിന്നിലാണുന്താനെ മിറുമയിലേറുന്താനെ അവരുടെ പൂറന്താനെ പടവേഗ കയ്യിൽ വേഗം ഫരിന്താനെ അതിൽ വിധി ഫേടുന്താനെ കുറിയിൽ വീഴുന്താനെ പിരിശിൽ കണ്ടവർ പിന്നിലാണുന്താനെ മിറുമയിലേറുന്താനെ അവരുടെ പൂറം താനേ പടവേഗ കയ്യിൽ വേഗം ഫരിന്താനെ അതിൽ വിധി ഫേടുന്താനെ കുറിയിൽ വീഴുന്താനെ. ഹംസ റളിയല്ലാഹുവിന്റെ സമീപത്തെത്തിയ വഹ്ശി തന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരുന്ന ചാട്ടുളി പുറത്തെടുക്കാൻ മാനായി ഹംസ റളിയല്ലാഹുവിന്റെ ശറഫാക്കപ്പെട്ട പേരിച്ചവന്റെ വഹ്ശി എറിഞ്ഞ ആയുധം ലക്ഷ്യം തെറ്റിയില്ല. അത് മഹാനായി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുത്തുകയറ്റത്തിൽ തറക്കുകയാണ്. അട്ടർക്കളത്തിലെ സിംഹഗർജനമായി കുതിരണങ്ങടുത്ത് കോരിത്തെരിപ്പിച്ച ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു രക്തം കൊണ്ട് ചെഞ്ചായമണിന്റെ കുതിന്റെ മടിയിൽ വീഴുകയാണ്. പടർക്കളം തട്ടി പടനീളം വിറച്ചു. അവിടത്തേക്ക് വേദന കലിശമായി അന്ത്യവിളി അടുത്തു. സബബാലും കലാലൗഹിൽ കുത്തിബായേ കുറിയുടെ വഖതായേ അതിലവർ ഷഹീദായേ അരുളുന്ന ലീലാ അവർ കിറയോനെ സിദിലഹു ശറഫാലേ ഫളിലുടെ ദരജാലേ അവരുടെ ശറഫാലും ഫളിലാലേ ഫഹ്ഫദ് ഉബൈദാരേ യനുമിനു തലം താനേ. യുദ്ധക്കളത്തിലെ സിംഹഗർജനം അസദുലില്ല സൈഫും മിൻ സുയൂഫില്ല ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആഗ്രഹം പോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി മിൻ സുയൂഫില്ലാഹി അല്ലാഹുവിന്റെയും റസൂലിന്റെയും വാളുകളിൽ നിന്നും ഊരിപ്പിടിക്കപ്പെട്ട വാളാണ്. രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളവരാണ് സയ്യിദുൽ ശുഹദായും സിഫത്തുള്ളവരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹുവിന്റെ ദറജ ഇരു ലോകത്തും ഉയർത്തനാഥ അവിടുത്തെ ശർഫാലും അവിടുത്തെ ഫളിലാലും പാപികളാകുന്ന ഞങ്ങളെ ഇരു ലോകത്തും വിജയികൾ ഉൾപ്പെടുത്തണേ നാഥ എന്ന ദുആയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.